അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും മഹത്വായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹത്വരമായി വിശേഷിപ്പിക്കപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി അവതരിപ്പിക്കപ്പെട്ട ഏക ആയത്ത്, അതെ, ആയത്തുൽ കുർസി. തീർച്ചയായിട്ടും ആയത്തുൽ കുർസി എന്ന് പറയുന്നത് സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തും അതുപോലെ തന്നെ 9 വരികൾ അടങ്ങുന്ന ഒരു കുഞ്ഞു ആയത്താണ്. എന്നാൽ ഖുർആനിന്റെ ആയത്തുകളുടെ ലീഡറായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഏകത്വം, വ്യക്തിത്വം, മഹത്വം, സർവജ്ഞത എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള, പരാമർശിച്ചിട്ടുള്ള ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെ അധികം പ്രചാരം നേടിയിട്ടുള്ള ഒരു മഹത്തായ ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആയത്തുൽ കുർസിയുടെ ഒരു 21 നേട്ടങ്ങൾ, 21 ബെനിഫിറ്റ്സ് നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അൽഹംദുലില്ലാഹ്, തീർച്ചയായിട്ടും ആയത്തുൽ കുർസി ഓതുന്ന ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി പ്രതിഫലങ്ങളാണ് നൽകുന്നത്. അതിൽ ആയത്തുൽ കുർസി നമ്മൾ നമസ്കരിക്കുന്ന 5 വക്ത നമസ്കാരത്തിൻ്റെ ശേഷം ഡെയിലി നിത്യേന നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവൻ്റെയും സ്വർഗത്തിൻ്റെ ഇടയിൽ മരണം എന്നുള്ളത് മാത്രമാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. അതുപോലെ തന്നെ ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നവർ തീർച്ചയായിട്ടും അമ്പിയാക്കളോട് കൂടെ, ഔലിയാക്കളോട് കൂടെ, സിദ്ദീഖങ്ങളോട് കൂടെ സ്വർഗത്തിൽ ഉല്ലസിക്കുമെന്നാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആയത്തുൽ കുർസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എല്ലാ ദിവസവും അത് പാരായണം ചെയ്യാനും അത് മുടങ്ങാതെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മാക്സിമം കണ്ടിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.